വിഷു ഒക്കെ എവിടെ വരെ എത്തി? ഓ, നമുക്കൊക്കെ എന്ത് വിഷു ചേച്ചി. അവൾക്കും കൊച്ചിനും ഡ്രസ്സ് എടുക്കണം, വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങണം. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തൊരു വിലയല്ലേ. ഹലോ ചേട്ടാ, റേഷൻ കടയിൽ നിന്ന് അരിയും സാധനങ്ങളും വാങ്ങിക്കണം. കൊച്ചിന് ഡ്രസ്സും എടുത്തിട്ടില്ല. പൈസ കിട്ടുമോ ഇന്ന്? ഇന്നത്തെ ജോലിയുടെ പൈസ കിട്ടും. സാർ എന്തെങ്കിലും തരാതിരിക്കത്തില്ല. നീ മോന് റെഡി ആയിരിക്കും. എടാ, ചേട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നാളെ ജോലിക്ക് വരണ്ട, ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ചേട്ടൻ വന്നിട്ട് നിന്നെ വിളിച്ചോളൂ. റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങണം, കൊച്ചിന് ഡ്രസ്സ് വേണം. ഞാനിനി എന്ത് ചെയ്യും? ആ ചേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ എത്ര നേരമായി ഒരുങ്ങിയിരിക്കുക. എടി, ശമ്പളവും ബോണസും ഒന്നും കിട്ടിയില്ല. നാളെ ആണെങ്കിൽ ജോലിയും ഇല്ല. അവന് ഡ്രസ്സ് പോലും എടുത്തില്ല. അയ്യോ, അതൊന്നും പ്രശ്നമില്ല. സാറും ഭാര്യ ഇവിടെ വന്നിരുന്നു, കുറച്ച് പൈസയും തന്നു, പലചരക്ക് സാധനങ്ങളും വാങ്ങി തന്നു. ഏട്ടൻ ഒരു വിഷുക്കോടിയും തന്നിട്ടാ പോയത്. ഞാൻ ആകെ വിഷമിച്ചിരിക്കുവായിരുന്നു. ഞാൻ പോയി സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ സാറേ. എടാ, നിന്നെ എനിക്ക് എത്ര കാലം കൊണ്ടറിയാം. നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. വർഷത്തിൽ ഒരിക്കൽ വരുന്ന വിഷു ആഘോഷിച്ചില്ലെങ്കിൽ നമ്മളൊരു മലയാളിയാണോ? കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. ഹാപ്പി വിഷു. സാറിനും ഹാപ്പി വിഷു.